ഹായ് ഫ്രണ്ട്സ്, ഹൊറോസ്പോട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നറ്റാലി എറിക്ക ജെയിംസ് സംവിധാനം ചെയ്ത് 2020 പുറത്തിറങ്ങിയ ഒരു ഓസ്ട്രേലിയൻ സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് റെലിക്. സാധാരണ ഹൊറർ സിനിമകളില് ഭയപ്പെടുത്താനായിട്ട് സൗണ്ട് എഫക്ട്സും പേടിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഈ സിനിമയിലെ ഇതിലെ ക്യാരക്ടേഴ്സിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവരുടെ ഉള്ളിലെ ഭയവും ഇമോഷനും നമ്മളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ മേക്കിങ്ങും കാര്യങ്ങളും. കാടിന് നടുവിലെ ഒരു പഴയ വീട്ടിലെ 3 ജനറേഷനിലുള്ള സ്ത്രീകളുടെ ഇമോഷൻസ് ഒരു ഹൊറർ അറ്റ്മോസ്ഫിയറിൽ പറയുന്ന ചിത്രം കൂടിയാണ് റെലിക്. എന്നാൽ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടിട്ട് വന്നാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു ക്രിസ്മസ് രാത്രി കാടിന് നടുവിലെ ആ ഒറ്റപ്പെട്ട വീടാണ് കാണിക്കുന്നത്. അവിടെ ബാത്ടബിൽ വെള്ളം നിറഞ്ഞ് വീട് മുഴുവൻ വെള്ളം ഒഴുകാൻ തുടങ്ങി. എന്നാൽ ആ വീട്ടിലെ മുത്തശ്ശി ബാത്റൂമിലെ ടാപ്പ് തുറന്നിട്ട് ഹാളിൽ വന്ന് നിൽക്കുകയാണ്. ആ ഇരുട്ടിൽ വീടിന്റെ മൂലയിൽ എന്തോ ഒരു കറുത്ത രൂപം. അതിനെ കണ്ടാണ് മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ കാണിക്കുന്നത്, റെലിക്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിച്ച ആ മുത്തശ്ശിയുടെ മകൾ കെ, പിന്നെ പേരക്കുട്ടി സാം. അവരിപ്പോ മുത്തശ്ശിയെ കാണാനില്ലെന്നറിഞ്ഞ് ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിയുടെ അയൽവാസിയായ ഒരാൾ കുറെ ദിവസമായി വീട് പൂട്ടിയിട്ടിരിക്കുകയാണെന്നും മുത്തശ്ശിയെ ദിവസങ്ങളായി പുറത്തേക്ക് കാണാനില്ലെന്നും മകളായ കെയെ വിളിച്ചറിയിച്ചിരുന്നു. അതിനാൽ തന്റെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് തിരക്കാനാണ് കെ തന്റെ മകളെ കൂട്ടി അങ്ങോട്ട് പോകുന്നത്. ഒടുവിൽ ഒത്തിരി വൈകിയാണെങ്കിലും അവർ ആ പഴയ വീട്ടിലെത്തി. പുറത്തു നിന്ന് മുത്തശ്ശിയെ കുറെ വിളിച്ചു നോക്കിയെങ്കിലും ഒച്ചയും അനക്കൊന്നുമില്ല. അതിനാൽ സാം പിൻവശത്തെ പെറ്റ്സിന്റെ ചെറിയ ഡോർ വഴി അകത്തേക്ക് കയറി തന്റെ അമ്മയ്ക്ക് ഡോറ് തുറന്നു കൊടുക്കുന്നു. അമ്മയും മകളും ചേർന്ന് വീട് മുഴുവൻ മുത്തശ്ശിയെ തെരഞ്ഞു നോക്കി. വീടിന്റെ പല ഭാഗത്തായി പൂപ്പലും അഴുക്കും പിടിച്ചാണ് കിടക്കുന്നത്. മുത്തശ്ശിയാണെങ്കിൽ വീട്ടിലുടനീളം ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ ഒട്ടിച്ചു വെച്ചിരുന്നു. കാരണം ആ മുത്തശ്ശിക്ക് ചെറിയ രീതിയിലുള്ള ഓർമ്മക്കുറവുണ്ട്. ഞാൻ എപ്പോ എണീക്കണം, എപ്പോ മരുന്ന് കഴിക്കണം, അങ്ങനെ എല്ലാം മുത്തശ്ശി പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരുന്നു. പക്ഷേ അതിലൊരു പേപ്പറിൽ മാത്രം ഒരു കാരണവശാലും നീ അതിനെ പിന്തുടർന്ന് പോവരുതെന്ന് എഴുതി വെച്ചത് കണ്ട് കെയുടെ ഉള്ളിലെ ഭയം കൂടി. തന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നറിയാതെ സാം മുത്തശ്ശിയുടെ മുറി തുറക്കാനായി തുടങ്ങിയതും കെ തന്റെ മകളെ തടഞ്ഞു. കാരണം മുത്തശ്ശി മരിച്ചാണ് കിടക്കുന്നതെങ്കിൽ സാമിന് അതൊരു ഷോക്കായാലോ. അതിനാൽ സാമിനെ വെളിയിൽ നിർത്തി കെ അമ്മയുടെ മുറിയിൽ കയറി പരിശോധിച്ചു. എന്നാൽ മുത്തശ്ശി ആ മുറിയിലും ഉണ്ടായിരുന്നില്ല. നേരം ഒത്തിരി വൈകിയെങ്കിലും കെ വേഗം തന്നെ ഈ വിവരം പോലീസിനെ അറിയിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് ആണെങ്കിൽ കെയോട് അമ്മയെ എന്നാണ് അവസാനമായി കണ്ടത്, എന്നാണ് ഫോൺ വിളിച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നു. 1 വർഷമായി കെ തന്റെ അമ്മയെ കാണാൻ വന്നിട്ട്. കാരണം അമ്മയ്ക്ക് മറവി രോഗമായതിനാൽ തന്നെ കെയും അമ്മയും എപ്പോഴും വഴക്കിടും, പിന്നെ ജോലി തിരക്കും. കഴിഞ്ഞ ആഴ്ച കൂടി കെ അമ്മയെ വിളിച്ചിരുന്നതായും പോലീസിനോട് പറയുന്നു. അതേസമയം സാം ആ വീട്ടിൽ തനിച്ചാണ്. സാം തന്റെ കുട്ടിക്കാലത്തെ മുറിയൊക്കെ അടുക്കി പറക്കി വൃത്തിയാക്കുന്ന നേരത്താണ് അവിടെയുള്ള ചുമരിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേൾക്കുന്നത്. ചുമരിലാണെങ്കിൽ വളരെ വെറീഡായിട്ടുള്ള കറുത്ത പാടുകളും ഉണ്ടായിരുന്നു. പഴയ വീടായതിനാൽ തന്നെ ആ കറുത്ത നിറത്തിലുള്ള പൂപ്പൽ സാം അത്ര കാര്യാക്കിയില്ല. അതിനുശേഷം കെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അമ്മയും മകളും ചേർന്ന് മുത്തശ്ശിയെ കുറിച്ച് ഒത്തിരി സംസാരിക്കുന്നു. സാമിനാണെങ്കിൽ ഈ വീട്ടിലേക്ക് വരാൻ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയത്ത് തന്നോടൊപ്പം വന്നതിന് കെ തന്റെ മകളോട് നന്ദി പറയുന്നു. പിറ്റേ ദിവസമായതും പോലീസും കെയും ചേർന്ന് വീടിന് തൊട്ടടുത്തുള്ള കാട്ടിൽ മുത്തശ്ശിയെ തിരഞ്ഞു നോക്കി. എന്നാൽ എണ്ണയെ അവർക്ക് ആർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുത്തശ്ശി ഈ കാട്ടിലേക്ക് വന്നതിന്റെ ഒരു തെളിവുകളും പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ പോലീസ് തന്നെ പതിയെ മുത്തശ്ശിയെ തിരക്കുന്നത് നിർത്തി. അന്ന് രാത്രി കെ തന്റെ വീട് ക്ലീൻ ചെയ്യാണ്. വീടിന്റെ അവിടെ ഇവിടെയൊക്കെയായി പൊട്ടിയും പൊളിഞ്ഞാണ് കിടക്കുന്നത്. വീട്ടിലെ ഓരോ സാധനങ്ങളും സ്ഥാനം തെറ്റിയാണ് ഇരിക്കുന്നതും. അതിനാൽ തന്നെ കെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒതുക്കി പെറുക്കി വെക്കുന്നു. സാം ആണെങ്കിൽ സ്മോക്ക് ചെയ്യാനായിട്ട് പുറത്തു വന്നിരിക്കും. ആ നേരത്ത് ആരോ ഒരാൾ ടോർച്ചടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. അത് മുത്തശ്ശിയാണെന്ന് കരുതി സാം ഒത്തിരി സന്തോഷിച്ചു നോക്കിയപ്പോ അത് മുത്തശ്ശിയല്ല, അയൽവാസിയായ ജെയ്മിയാണ്. സാം ജെയ്മിയോട് മുത്തശ്ശിയെ അവസാനമായി കണ്ടതെപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ജെയ്മി, ഇല്ല, ഞാൻ മുത്തശ്ശിയായിട്ട് കമ്പനിയില്ല, എന്റെ അച്ഛൻ ഈ വീട്ടിലേക്ക് വരരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട് സാം ഒന്ന് ഷോക്കായി. പക്ഷെ എന്താണ് കാരണമെന്ന് ജെയ്മി പറയുന്നില്ല. അങ്ങനെ അവർ രണ്ടാളും കൊച്ചുവർത്താനൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ സാം, പുറത്ത് ഭയങ്കര തണുപ്പാണ്, വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ജെയ്മിയെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ജെയ്മി ആണെങ്കിൽ ജീവൻ പോയാലും വേണ്ടില്ല വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞ്
സാമിനോട് ബൈ പറഞ്ഞു പോയി. അതിനുശേഷം സാം അകത്തേക്ക് പോയി അമ്മയോട് ഈ വീട്ടിലെ എല്ലാ ഡോറിനും 2 ലോക്ക് വീതം വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നു. അതിന് കെ ഒരുപക്ഷെ അമ്മ പേടിച്ചിട്ടായിരിക്കണം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മുത്തശ്ശി കെയെ വിളിച്ച് ഈ വീട്ടിൽ ആരോ അതിക്രമിച്ച് കയറിയെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. അത് കേട്ട് സാമിന് ദേഷ്യം വന്നു. എന്തുകൊണ്ട് അമ്മ ഇത് പോലീസിനോട് പറഞ്ഞില്ല? ചിലപ്പോ വല്ല കള്ളന്മാരും മുത്തശ്ശി എന്തെങ്കിലും ചെയ്തതാണെങ്കിലോ എന്ന് ചോദിച്ച് ചൂടാവുന്നു. അതിനിക്ക് ഇത് നോക്കൂ സാം, അമ്മയ്ക്ക് മറവിരോഗാണ്, ഒത്തിരി പ്രായമായി, ചിലപ്പോ മുത്തശ്ശിക്ക് ഇതൊക്കെ വെറുതെ തോന്നുന്നതാവും എന്ന് പറഞ്ഞ് മകളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ മുത്തശ്ശിയെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് സാം എഡ്നയുടെ മുറിയിലെത്തി. അവിടെ കിടന്നിരുന്ന മുത്തശ്ശിയുടെ ഡ്രസ്സ് എടുത്തിടുന്നു. അപ്പോഴാണ് സാമിന് അതിന്റെ കീശയിൽ നിന്നും ഒരു നോട്ട് കിട്ടുന്നത്. നീ ഒരിക്കലും അതിന്റെ പിന്നാലെ പോവരുതെന്നാണ് എഡ്ന അതിൽ എഴുതിയിരിക്കുന്നത്. പെട്ടെന്നാണ് താഴെ ഹോളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. കെ പതിയെ ചുമരിൽ ചെവി വെച്ച് നോക്കിയപ്പോൾ ചുമരിന്റെ ഉള്ളിൽ നിന്നും എന്തോ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. അതെന്താണെന്ന് അമ്മയ്ക്കും മോൾക്കും ഒരു പിടിയില്ല. അടുത്ത സീനിൽ കെ ഒരു കാടിന് നടുവിലാണ്. അവിടെ ഒരു പഴയ ക്യാബിൻ ഉണ്ടായിരുന്നു. അവൾ പതിയെ ആ ക്യാബിനിലേക്ക് നടന്നു. അവിടെ കെയുടെ അമ്മ ജനാലയ്ക്കരികിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു വൃദ്ധൻ ആരും നോക്കാനില്ലാതെ മരിച്ച് അഴുകിയ നിലയിൽ കിടക്കുന്നു. ആ വീട് മുഴുവൻ കറുത്ത നിറത്തിലുള്ള പൂപ്പൽ മൂടിയിരുന്നു. പെട്ടെന്നാണ് കെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നത്. ഇത് അവളുടെ ഒരു സ്വപ്നമായിരുന്നു. ആ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടതിനു ശേഷം കെയ്ക്ക് എന്തോ ആ മുറിയിൽ തനിച്ചു കിടക്കാൻ തോന്നിയില്ല. അതിനാൽ തന്റെ മകളോടൊപ്പം ചെന്ന് കിടക്കുന്നു. പിറ്റേ ദിവസം കെ ഉറക്കമുണർന്നതും കിച്ചണിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. സാം അല്ല, അവൾ സോഫയിൽ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഇതാരാ എന്ന് പറഞ്ഞ് കെ പതിയെ കിച്ചണിലേക്ക് ചെന്ന് നോക്കിയപ്പോ ദേ കാണാതെ പോയ മുത്തശ്ശി ചായ ഉണ്ടാക്കുന്നു. മുത്തശ്ശിയുടെ ദേഹം മുഴുവൻ മണ്ണും ചെളിയും പറ്റിയിരുന്നു. അമ്മയെ കണ്ട കെയ്ക്ക് പെട്ടെന്ന് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല. അമ്മ എവിടെയായിരുന്നു, ഞാൻ എത്ര സങ്കടപ്പെട്ടെന്നറിയോ എന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ ഒന്നും തന്നെ ഓർമ്മയില്ല. താൻ കാട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. മുത്തശ്ശിയുടെ ശബ്ദം കേട്ടെണീറ്റ് സാം ഓടി ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം കെ അമ്മ തിരിച്ചു വന്നത് പോലീസിനെ വിളിച്ചറിയിക്കുന്നു. അത് കഴിഞ്ഞ് എഡ്നയെ ചെക്കപ്പ് ചെയ്യാനായിട്ട് ഒരു ഡോക്ടറും വീട്ടിലേക്ക് വരുന്നു. മുത്തശ്ശിക്കാണെങ്കിൽ ഇപ്പോ ഒരു കുഴപ്പമില്ല. തന്റെ മകളുടെ പേരും പേരക്കുട്ടിയുടെ പേരും എല്ലാം മുത്തശ്ശി കാണാതെ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കാണിച്ച് തനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടറോട് പറയുന്നു. പക്ഷേ ഇത്ര നാൾ എവിടെയായിരുന്നെന്ന് മാത്രം മുത്തശ്ശിക്ക് അറിയില്ല. അത് മാത്രല്ല, എണ്ണയുടെ നെഞ്ചിലായി ഒരു കറുത്ത മാർക്കുണ്ട്. അതിനെപ്പറ്റി ഡോക്ടർ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അത് മറച്ചു പിടിക്കുന്നു. മുത്തശ്ശിയുടെ ഹെൽത്തിന് പ്രോബ്ലം ഒന്നുമില്ലെങ്കിലും കെയോട് കുറച്ചുനാൾ അമ്മയെ ശ്രദ്ധിക്കാനായി പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി. അങ്ങനെ കെ കുറച്ചുനാൾ അമ്മയോടൊപ്പം താമസിക്കാനായി തീരുമാനിക്കുന്നു. അന്ന് രാത്രി എഡ്ന തന്റെ നെഞ്ചിലെ കറുത്ത പാട് നോക്കി ഒത്തിരി ഭയപ്പെടുന്നു. അതെന്താണെന്ന് ആ മുത്തശ്ശിക്കും അറിയില്ല. അപ്പോഴാണ് സാം മുത്തശ്ശിക്ക് കോഫി കൊണ്ടു കൊടുക്കുന്നത്. പേരക്കുട്ടിയെ കണ്ട സന്തോഷത്തിൽ മുത്തശ്ശി തന്റെ ഒരു മോതിരം സാമിന് സമ്മാനിക്കുന്നു. അതിനുശേഷം സാം തന്റെ അച്ഛൻ വരച്ച ഒരു ഡ്രോയിങ് ബുക്ക് കണ്ടെത്തി തന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ ഡ്രോയിങ് ബുക്കിൽ കെ സ്ഥിരമായി കാണാറുള്ള ആ പഴയ വീടിന്റെ ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം കണ്ട സാം ഈ വീട് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ആ ഡ്രോയിങ്ങിലുള്ള സെയിം വിൻഡോ തന്നെയാണ് ഇപ്പോ ഇവര് താമസിക്കുന്ന വീടിനുള്ളത്. ഈ വീട് നിന്നെടുത്ത് മുൻപ് ഈ ഡ്രോയിങ്ങിലെ വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ വീട് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയല്ല ഈ വീട് പണിതിരിക്കുന്നത്. ആ പഴയ വീടിന്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോഴുള്ള ഈ വീട് പണിതിരിക്കുന്നത്. കെയുടെ മുത്തശ്ശൻ ആ വീട്ടിലാണ് ആരും നോക്കാനില്ലാതെ മരിച്ചത്. ആ മുത്തശ്ശനും മറവിരോഗമായിരുന്നു. ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളൊക്കെ കെ തന്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത സീനിൽ പാതിരാത്രിയായതും മുത്തശ്ശി ഹാളിൽ നിന്ന് ആരോടോ സംസാരിക്കുന്നുണ്ട്. എന്നാൽ കെയ്ക്ക് അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. കെ തന്റെ അമ്മയെ സമാധാനിപ്പിച്ച് മുറിയിൽ കൊണ്ട് കിടത്തുന്നു. എന്നാൽ എഡ്ന ഉറങ്ങാൻ തയ്യാറായില്ല. എനിക്കുറങ്ങാൻ പേടിയാണ്, അതെന്റെ ബെഡിനടിയിലുണ്ടെന്ന് പറയുന്നു. കെ അമ്മയെ സമാധാനിപ്പിക്കാനായി ബെഡിനടിയിൽ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി എന്താ കാണിച്ചെന്നറിയോ? ഒരു വലിയ ബുക്ക് എടുത്ത് കെയുടെ തലമണ്ടക്കിട്ടെറിയുന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ബെഡിനടിയിൽ എന്താണെന്ന് ചോദിക്കുന്നു. അമ്മയായതിനാൽ തന്നെ കെ അധികം തല്ലുകൂടാനായി നിൽക്കാതെ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം കെ ഒന്നും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. അമ്മയെ കൊണ്ടാക്കാനായി ഒരു ഹോം കാണാനായി പോകുന്നു. എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം കെയ്ക്ക് എന്തോ ഒരു കുറ്റബോധം. അമ്മയെ ഹോമിലാക്കാൻ തീരുമാനിച്ചതിന് എത്രയൊക്കെ വഴക്കിട്ടാലും അതെന്റെ അമ്മയാണെന്ന് ചിന്തിച്ച് കെ കരയുന്നു. അതേസമയം മുത്തശ്ശി ഇന്ന് വേറെ മൂഡിലാണ്. പാട്ടൊക്കെ വെച്ച് സാമിനെ ഡാൻസ് ഒക്കെ കളിക്കാൻ പഠിപ്പിക്കുന്നു. അതിനുശേഷം സാം കാഷ്വലായി മുത്തശ്ശിയോട് ജെയ്മി ഈ വീട്ടിലേക്ക് വരാത്തതിന്റെ കാരണം തിരക്കുന്നു.
അതിന് വ്യക്തമായ മറുപടി മുത്തശ്ശി നൽകുന്നില്ല. പിന്നെ മുത്തശ്ശിയോട് തന്നോടൊപ്പം ടൗണിലേക്ക് വരാൻ പറഞ്ഞതും എഡ്നയുടെ മൂഡ് മാറി. ഇത് നിന്റെ പ്ലാനാണോ അതോ അമ്മയുടെ പ്ലാനാണോ എന്ന് ചോദിച്ച് സാമിനോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് മുത്തശ്ശി സാമിന്റെ കയ്യിലെ മോതിരം ശ്രദ്ധിക്കുന്നത്. ഇത് എന്റെ മോതിരല്ലേ, ഇത് നീ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. സാമിന്റെ വിരല് ഒടിച്ചില്ലെന്നേ ഉള്ളൂ. സാം വേഗം തന്നെ ആ മോതിരം ദാ മോതിരം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അന്ന് രാത്രി എന്തോ ചൂളടിക്കുന്ന ശബ്ദം കേട്ട് സാം മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. മുത്തശ്ശിയാണെങ്കിൽ സ്റ്റോർ റൂമിന്റെ ഡോർ തുറന്നിട്ട് അതിനുള്ളിലേക്ക് നോക്കിയിരുന്ന് ചൂളടിച്ചോണ്ടിരിക്കുകയാണ്. സാമിനെ കണ്ടതും മുത്തശ്ശി തനിക്ക് ഈ സ്ഥലം ഇഷ്ടമല്ലെന്നും അതിനുള്ളിൽ എന്തോ ഉണ്ടെന്ന് പറയുന്നു. ഉടനെ തന്നെ സാം ഇതെന്തിനാ മുത്തശ്ശി 2 ലോക്ക്? മുത്തശ്ശിയാണെങ്കിൽ തന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ച് ആ മോൺസ്റ്റർ ഇതുവഴിയാണ് വരുന്നത്, അതിനാലാണ് 2 ലോക്ക് എന്ന് പറയുന്നു. മുത്തശ്ശിയുടെ സംസാരം കേട്ട് സാമിന്റെ ഉള്ളിൽ പേടിയും ഒരേപോലെ ഡൗട്ടും കൂടാൻ തുടങ്ങി. പിന്നീട് പാതിരാത്രിയായതും ആ വീട്ടിലെ വാഷിംഗ് മെഷീൻ തന്നെ വർക്ക് ചെയ്യാണ്. അത് മുത്തശ്ശിയാണ് ചെയ്തതെന്ന് കരുതി സാം ചെന്ന് ഓഫാക്കി. എന്നാൽ അത് ഓഫാക്കിയതിനു ശേഷവും വാഷിംഗ് മെഷീനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഈ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് സാമിന് ഒരു പിടിയില്ല. അതേസമയം കെ വീണ്ടും ആ ക്യാബിൻ സ്വപ്നം കാണുന്നു. ഇപ്രാവശ്യം മുത്തശ്ശൻ മരിച്ചു കിടക്കുന്നതല്ല കെ കണ്ടത്, തന്റെ അമ്മ മരിച്ചു കിടക്കുന്നതാണ്. തന്റെ അമ്മയെ ആ രൂപത്തിൽ കണ്ട കെ ഒത്തിരി പേടിച്ചുപോയി. അടുത്ത ദിവസം മുത്തശ്ശി മെഴുകുതിരി ഒരു കത്തി വെച്ച് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രല്ല തനിയെ ഇരുന്ന് ആരോട് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ സംസാരം കേട്ട് സാം വന്നു നോക്കിയപ്പോൾ മുത്തശ്ശി മെഴുകുതിരി മുറിക്കുന്നതിന് പകരം തന്റെ കൈയാണ് മുറിച്ചുകൊണ്ടിരുന്നത്. സാം വേഗം തന്നെ എഡ്നയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി അവളെ ഉപദ്രവിക്കാനായി നോക്കുന്നു. ഇത് എന്റെ വീടാണ്, ഇത് എന്റെ മുറിയാണ്. സാമിനോട് വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ ആവശ്യപ്പെടുന്നു. സാം പിന്നെ അവിടെ നിന്നില്ല, തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്നോടി. അതിനുശേഷം സാം നേരെ പോയത് അയൽവാസിയായ ജെയ്മിയുടെ വീട്ടിലേക്കാണ്. ജെയ്മിയുടെ അച്ഛനെ കണ്ട് അവൻ എന്താ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരാത്തതെന്ന് ചോദിച്ചറിയുന്നു. ഒരു ദിവസം ജെയ്മിയും മുത്തശ്ശിയും ഒളിച്ചു കളിക്കായിരുന്നു. ജെയ്മി ഒളിച്ചിരുന്നത് ആ സ്റ്റോർ റൂമിലായിരുന്നു. എന്നാൽ മുത്തശ്ശി ജെയ്മിയുമായി കളിച്ചോണ്ടിരുന്നത് മറന്നുപോയി ആ സ്റ്റോർ റൂം പുറത്തു നിന്ന് ലോക്ക് ചെയ്തു. ജെയ്മി ആണെങ്കിൽ ശ്വാസം കിട്ടാതെ വാതിൽ തുറക്കാൻ പറഞ്ഞ് ഒത്തിരി കരഞ്ഞ് ബഹളം വെച്ചു. എന്നാൽ എഡ്ന അവനെ തുറന്നു വിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് ജെയ്മിയെ തെരഞ്ഞ് അവന്റെ അച്ഛൻ വന്നപ്പോഴാണ് ചെക്കന്റെ കരച്ചിൽ കേൾക്കുന്നത്. ആ സംഭവത്തിനു ശേഷം ജെയ്മി പിന്നീട് ഒരിക്കലും ആ വീട്ടിലേക്ക് പോവാറില്ല. ഈ കഥകളൊക്കെ കേട്ട സാം ജെയ്മിയുടെ അച്ഛനോട് സോറി ചോദിക്കുന്നു. അടുത്ത സീനിൽ കെ തന്റെ അമ്മ എന്തോ ഒരു സാധനം എടുത്ത് കാട്ടിലേക്ക് നടന്നു പോകുന്നത് കാണുന്നു. ഇനി കാട്ടിലേക്ക് പോയി കാണാതാവണ്ട എന്ന് കരുതി കെയും അമ്മയുടെ പിന്നാലെ പോയി. അപ്പോ കെ അവിടെ കണ്ട കാഴ്ച തന്റെ അമ്മ ഫാമിലി ആൽബത്തിലെ ഫോട്ടോസ് കടിച്ചു പറിച്ച് തിന്നുന്നതാണ്. കെ അമ്മയുടെ വായിൽ നിന്ന് ആ ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി അവളുടെ കൈ കടിച്ചു പറിക്കുന്നു. അപ്പോഴാണ് കെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തന്റെ അമ്മയുടെ വായിൽ നിന്ന് എന്തോ കറുത്ത നിറത്തിൽ എന്തോ വരുന്നുണ്ട്. എഡ്നയാണെങ്കിൽ ആ ആൽബം എടുത്ത് വീണ്ടും കാട്ടിലേക്ക് ഓടി. എന്നിട്ട് ഒരു കുഴിയെടുത്ത് ആ ഫാമിലി ആൽബം കുഴിച്ചിടുന്നു. നമ്മുടെ ഫാമിലിയെ രക്ഷിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ എന്നാണ് എഡ്ന തന്റെ മകളോട് പറയുന്നത്. ആ വീട്ടിൽ എന്തോ ഉണ്ട്, എനിക്ക് പേടിയാണ്, എനിക്ക് എന്നെ തന്നെ ഇതുപോലെ മണ്ണിൽ മൂടാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് എഡ്ന കരയാൻ തുടങ്ങി. കേക്ക് തന്റെ അമ്മയുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ടെന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുന്നു. ഇത്ര നാളും മുത്തശ്ശി ഈ വീട് വിട്ട് സിറ്റിയിലേക്ക് പോവാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോ എഡ്ന തന്റെ മകളോടൊപ്പം വരാൻ തയ്യാറാണെന്ന് പറയുന്നു. ഇവിടെ ഇതേ സമയം സാം ജെയ്മിയുടെ അച്ഛനെ കണ്ടതിനു ശേഷം മുത്തശ്ശിയുടെ റൂമിലെ സ്റ്റോർ റൂം ചെക്ക് ചെയ്യുന്നു. അവിടെ കബോർഡിന് പിന്നിൽ മറഞ്ഞിരുന്ന ഒരു ഇടനാഴി അവൾ കണ്ടെത്തുന്നു. സാം സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് ആ ഇടനാഴിയിലൂടെ നടക്കാൻ തുടങ്ങി. അതൊരു ഇടനാഴി മാത്രല്ല, അതൊരു മെയ്സാണ്. അതിനുള്ളിൽ പെട്ടാൽ തിരിച്ചു വരാൻ എളുപ്പമല്ല. അവിടെ മുഴുവൻ എഡ്ന പേപ്പറിൽ നോട്ട് എഴുതി വെച്ചിരുന്നു. ഒരു കാരണവശാലും നീ മുന്നോട്ട് പോകരുതെന്നും ഇവിടെയാണ് ഞാൻ കാണാതെ പോയതെന്നും അങ്ങനെ കുറെ നോട്ടുകൾ അവിടെ ചുമരിൽ ഒട്ടിച്ചു വെച്ചിരുന്നു. അത് കണ്ട് സാമിന്റെ ഉള്ളിൽ ഭയം വന്ന് നിറയാൻ തുടങ്ങി. അപ്പോ ആ മുത്തശ്ശി കാട്ടിൽ വെച്ചല്ല കാണാതായത്. ആ 3 ദിവസവും എഡ്ന ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് തിരിച്ചറിഞ്ഞ സാം തിരിച്ചു നടന്നു. എന്നാൽ അവൾ വന്ന വഴി അവിടെ കാണാനില്ല. ആ മെയ്സിനുള്ളിൽപ്പെട്ട സാം സഹായത്തിനായി തന്റെ അമ്മയെ വിളിച്ച് കരയുന്നു. അപ്പോഴേക്കും കെ തന്റെ അമ്മയെ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തി. സാമിനെ വീട്ടിൽ കാണാതായപ്പോ ചിലപ്പോ തിരിച്ചു പോയി കാണും എന്ന് കരുതി കെ സാമിനെ അന്വേഷിക്കാൻ നിന്നില്ല. കുറച്ചു സമയത്തിനു ശേഷം കെ മുത്തശ്ശിയെ കുളിപ്പിക്കാനായി ബാത്ടബിലെത്തി. മുത്തശ്ശിയുടെ നെഞ്ചിലെ ആ കറുത്ത പാട് പടർന്ന് ഇപ്പോ ശരീരത്തിലേക്ക് മുഴുവനായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. കെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും എഡ്ന ബാത്റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്യുന്നു.
വാതില് തുറക്കാൻ പറഞ്ഞ് കെ ഒത്തിരി ബഹളം വെച്ചെങ്കിലും മുത്തശ്ശി ആ വാതില് തുറന്നില്ല. അവസാനം കെ ഒരു ചെയർ വെച്ച് വിൻഡോസ് വഴി ബാത്റൂമിലേക്ക് നോക്കിയപ്പോ എഡ്ന ഒരു കത്തി വെച്ച് തന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് പേടിച്ച കെ കെട്ടിമറിഞ്ഞ് കസാരയിൽ നിന്ന് താഴെ വീഴുന്നു. പെട്ടെന്നാണ് മുത്തശ്ശി ബാത്റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. സാം ആണെങ്കിൽ ആ ഇടനാഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാണ്. പക്ഷേ അവളെ ഏറെ ഭയപ്പെടുത്തുന്നത് എണ്ണ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കടലാസ് തുണ്ടുകളാണ്. അതേസമയം ബാത്ടബിൽ നിന്നും വെള്ളം നിറഞ്ഞുപോയി ആ വീട് മുഴുവൻ വെള്ളമായി. അങ്ങനെ വീട്ടിലെ പവർ ഓഫായി. എണ്ണയാണെങ്കിൽ ആ ഇരുട്ടിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ എല്ലാ സാധനങ്ങളും തല്ലി തകർക്കുന്നു. കേക്ക് അത് കണ്ടു നിൽക്കാനല്ലാതെ അമ്മയെ തടയാൻ കഴിഞ്ഞില്ല. അതേസമയം സാം പുറത്തേക്ക് രക്ഷപ്പെടാനായി ഒരു ചുമര് ചവിട്ടി തകർത്ത് പുറത്തേക്ക് കടന്നപ്പോ അത് മറ്റൊരു ഇടനാഴിയായിരുന്നു. എങ്ങനെ പോയാലും അവൾക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും കെ തന്റെ അമ്മയെ തെരഞ്ഞ് സ്റ്റോർ റൂമിലെത്തി. ഈ സ്ഥലം കെ ആദ്യമായാണ് കാണുന്നത്. അവസാനം കെ തന്റെ അമ്മയെ കണ്ടെത്തിയെങ്കിലും മുത്തശ്ശി ഒരു കത്തി വെച്ച് തന്റെ മുഖം കുത്തി കീറിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് കെ ശരിക്കും ഷോക്കായി. മുത്തശ്ശിക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ കാലിലെ എല്ലുകളെല്ലാം ഒടിഞ്ഞു നുറുങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഒരു വല്ലാത്ത രീതിയിൽ കെയെ കൊല്ലാനായി അവളുടെ പിന്നാലെ പായുന്നു. സാം ആണെങ്കിൽ ഒരു വിധത്തിൽ പുറത്തേക്ക് കടക്കാനുള്ള വഴി കണ്ടെത്തി. എന്നാൽ അപ്പോഴാണ് ആ മെയ്സിൽ നിന്ന് തന്റെ അമ്മയുടെ കരയുന്ന ശബ്ദം കേൾക്കുന്നത്. അതിനാൽ സാം പുറത്തേക്ക് കടക്കുന്നതിന് പകരം അമ്മയെ തെരഞ്ഞു പോകുന്നു. അങ്ങനെ സാം തന്റെ അമ്മയെ കണ്ടെത്തി പുറത്തേക്ക് കടക്കാനായി ചുമര് തല്ലി തകർക്കുന്ന നേരത്താണ് മുത്തശ്ശി ഒരു മോൺസ്റ്ററെ പോലെ ഇഴഞ്ഞു നീങ്ങി അവരെ ആക്രമിക്കാൻ വരുന്നത്. അമ്മയും മകളും വേഗം തന്നെ ആ ഓട്ട വഴി പുറത്തേക്ക് കടക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ മുത്തശ്ശി വെറുതെ ഇരുന്നില്ല, കെയുടെ കാല് പിടിച്ചു വലിക്കുന്നു. ഒടുവിൽ മുത്തശ്ശി സാമിനെ ഉപദ്രവിക്കാനായി നോക്കിയതും ഇനി ഇത് തന്റെ അമ്മയല്ലെന്ന് മനസ്സിലാക്കിയ കെ അമ്മയെ ഒരു ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു വീഴ്ത്തി. അതിനുശേഷം അമ്മയും മകളും അവിടെ നിന്നിറങ്ങി. പോകുന്നതിന് മുൻപ് മുത്തശ്ശി പാവം പിടിച്ചതുപോലെയാണ് കെയെ നോക്കുന്നത്. എത്ര തന്നെയായാലും അതെന്റെ അമ്മയല്ലേ. ഇങ്ങനെ വിട്ടിട്ട് പോവാൻ മനസ്സ് തോന്നാതെ കെ സാമിനോട് നാട്ടിലേക്ക് തിരിച്ചു പോവാനും ഞാൻ അമ്മയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വാതിലടയ്ക്കുന്നു. അത് കഴിഞ്ഞ് കെ തന്റെ അമ്മയെ കോരിയെടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് അമ്മയുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തെ തോലിയും പറിച്ചു മാറ്റി. അങ്ങനെ ആ മുത്തശ്ശി ഒരു മോൺസ്റ്ററിന്റെ രൂപത്തിലേക്ക് മാറി. സാം ആ മുറിയിലേക്ക് വരുമ്പോ ആ കറുത്ത രൂപത്തിനെ തന്റെ അമ്മ ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ആ കറുത്ത രൂപം അതിനി തന്റെ മുത്തശ്ശിയല്ലെന്ന് സാമിനറിയാം. എന്നിരുന്നാലും തന്റെ അമ്മയോടൊപ്പം ആ ബെഡിൽ ചെന്ന് കിടക്കുന്നു. അപ്പോഴാണ് സാം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. മുത്തശ്ശിയുടെ നെഞ്ചിലുണ്ടായിരുന്ന ആ കറുത്ത പാട് കെയുടെ ദേഹത്തും ഉണ്ടായിരുന്നു. ഇപ്പോ മുത്തശ്ശിക്കുണ്ടായ അതേ അവസ്ഥ തന്നെയാണ് തന്റെ അമ്മയെ കാത്തിരിക്കുന്നതെന്ന് സാം തിരിച്ചറിയുന്നു. ഈ ഒരു സീനോട് കൂടിയാണ് റെലിക് എന്ന ഹൊറർ മൂവി അവസാനിക്കുന്നത്. ഈ സിനിമയിലൂടെ നറ്റാലി എറിക്ക ജെയിംസ് പറയാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ പേരൻസ് വാർദ്ധക്യത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നോ അതെല്ലാം നമ്മളും ആ പ്രായത്തിൽ നേരിടണം എന്ന തിരിച്ചറിവാണ്. അപ്പോ ഇതിലെ മോൺസ്റ്ററോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും ആ വീടാണ് ഹോണ്ട് ചെയ്തിരിക്കുന്നത്. ആ വീട്ടിലെ എല്ലാ തലമുറയിൽപ്പെട്ടവരും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അന്ന് ആരും തന്നെ ആ പ്രായമായവരെ പരിചരിക്കാനായിട്ട് നിന്നിട്ടില്ല. അതാണ് കെയുടെ സ്വപ്നത്തിലൂടെ കാണിക്കുന്നത്. എന്നാൽ കെ എന്റെ അമ്മ എത്രയൊക്കെ ഉപദ്രവിച്ചാലും ഏത് രൂപത്തിലായാലും അത് തന്റെ അമ്മയാണെന്ന് തിരിച്ചറിയുന്നു. ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. താങ്ക്